ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ബാലകന്റെ കഥയാണ്. ഒരു ഭവനത്തിൽ ഒരു ബാലകൻ ഉണ്ടായിരുന്നു. വളരെ ചുറുചുറുക്കുള്ള, വളരെ മിടുക്കനായ, എല്ലാവരും സമ്മതിക്കത്തക്ക സ്മാർട്ടായ ഒരു മകൻ. സ്കൂളിലും ഭവനത്തും അയൽവാസികളും ഒക്കെ അവനെ സമ്മതനായി, മിടുക്കനായി. അവനൊരു അവസ്ഥ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ മുറ്റത്തവനൊരു കിളിക്കുഞ്ഞിനെ കണ്ടു. അവന് വലിയ ആവേശമായി. അവൻ ഓടിച്ചെന്ന് ആ കിളിക്കുഞ്ഞിനെ പിടിച്ച് ഇതിനെ എങ്ങനെയെങ്കിലും വളർത്തണം. അവന്റെ വലിയ ആഗ്രഹം. അവൻ ആ കിളിക്കുഞ്ഞിനെ കൊണ്ടുവന്ന് ഒരു കൊട്ടയുടെ കീഴിൽ അടച്ചിട്ടു. ഇതിനെ വളർത്തണ്ടേ? അപ്പോൾ അന്നേരം തൊട്ട് അവന്റെ ചിന്ത എങ്ങനെയെങ്കിലും ഒരു കൂടുണ്ടാക്കണം, മനോഹരമായൊരു കൂടുണ്ടാക്കണം. പിന്നെ കൂടുണ്ടാക്കാനുള്ള അധ്വാനമായി. അതിനുള്ള സാമഗ്രികളൊക്കെ അവൻ സംഘടിപ്പിച്ചു. രാവിലെ തൊട്ട് കൂടുണ്ടാക്കുക. അവന്റെ മാതാപിതാക്കൾ അവനെ നിരുത്സാഹപ്പെടുത്തിയില്ല. കാരണം അവന്റെ അധ്വാനം ഫലം കണ്ട് സന്തോഷിക്കാൻ അവരും ആഗ്രഹിച്ചു. അവനിങ്ങനെ കൂട് പണിത് ഓരോ പണി പൂർത്തീകരിക്കുമ്പോഴും അവൻ വളരെ സന്തുഷ്ടനാണ്. ആഹാരം മറന്ന് മറ്റ് കാര്യങ്ങളൊക്കെ മറന്ന് അവൻ കൂടുണ്ടാക്കുക. കൂട് അവൻ ഏകദേശം ശരിയായി വന്നു. എല്ലാവർക്കും വളരെ സന്തോഷം തോന്നി. ഏകദേശം സായങ്കാലമായപ്പോഴത്തേക്ക് അവൻ മനോഹരമായൊരു കൂട് നിർമ്മിച്ചു. അവന് ആ കൂടിനെ നോക്കിയിട്ട് അഭിമാനം തോന്നി. ഇത് ഞാനുണ്ടാക്കിയ കൂടാണ്. വളരെ സന്തോഷം തോന്നി. അവൻ കൂട്ടുകാരെല്ലാം വിളിച്ചു. കൂട്ടുകാരെല്ലാം വന്നു. അവൻ കാണിച്ചു, ഇത് ഞാനുണ്ടാക്കിയ കൂടാ. അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് നീ ഉണ്ടാക്കിയത് തന്നെയാണോ? ആരെങ്കിലും എന്നെ സഹായിച്ചു? ഇതിലോ, ഞാൻ ഒറ്റയ്ക്ക് എന്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ മനോഹരമായ കൂട്. അവൻ അഭിമാനം തോന്നി. കൂട്ടുകാർക്ക് അസൂയയും അഭിമാനവും തോന്നി. എല്ലാവരും കൂടി നിൽക്കുമ്പോൾ കൂട്ടുകാർ ചോദിച്ചു, കിളിയെവിടെ? അപ്പോഴവൻ രാവിലെ കൂട്ടിൽ അടച്ചിട്ട കിളിയുടെ കാര്യം ഓർക്കുന്നു. അവൻ കൂട്ടുകാരുമായ എല്ലാവരും, ഞാൻ വരാം, ഞാൻ കാണിച്ചു തരാം, കിളിയെ കാണിച്ചു തരാം. എല്ലാവരും കൂടെ കൂടുമായി കിളിയുടെ അടുക്കച്ചത്. അവൻ പതിയെ അടച്ചുവെച്ച കൊട്ട പതുക്കെ തുറന്നു നോക്കി. കിളി പറന്നു പോകുമെന്നുള്ള ഭയം കൊണ്ട് വളരെ പതുക്കെ അവൻ ആ കുട്ട ഉയർത്തി. എല്ലാവരുടെയും മുഖം അന്താളിച്ചു. കഷ്ടം, കിളി ചത്ത് ഉറുമ്പരിച്ച് അങ്ങനെ കിടക്കും. അവന് ഭയങ്കര സങ്കടം തോന്നി. കൂട്ടുകാർക്കൊക്കെ സങ്കടം തോന്നി. അവന്റെ കൂട് വെറുതെയായി പോയി. അവന്റെ കിളി അവന്റെ വഴിയിൽ നിന്ന് വന്ന അപാകതയാൽ, അവന്റെ ഓർമ്മക്കുറവിനാൽ, അവന്റെ അലക്ഷ്യഭാവത്താൽ ഈ അടച്ചുവെച്ച കിളിക്ക് പ്രാണവായു കിട്ടാതെ അതിനകത്ത് അത് പിടഞ്ഞു. എത്രയോ സങ്കടകരമായ ഒരവസ്ഥയാണ്. കേൾക്കുന്ന നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നും. കാരണം രാവിലെ തൊട്ട് വൈകുന്നവരെ ഒരു ബാലകന്റെ ചുറുചുറുക്കുള്ള, ആത്മാർത്ഥതയുള്ള ഒരു ബാലകന്റെ അധ്വാനം, അവന്റെ ഒരു ചെറിയ പിശക് കൊണ്ട് വല്ലപ്പോഴും അത് ഒന്ന് നോക്കൂ, അതിന് പ്രാണവായു കിട്ടാനുള്ള ഒരു സാധ്യത അവൻ ഒരുക്കി കൊടുത്തിരുന്നുവെങ്കിൽ ആ പക്ഷി, ഈ കൂട് പ്രയോജനകരമാകുന്നു. ഇത് വെറും ഒരു കഥയാണ്. ഈ കഥ സൂചിപ്പിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. അതൊരു മനുഷ്യ ജീവിതത്തെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാം, മനുഷ്യർ മുഴുവൻ ഒരു യാത്രയിലാണ്. അതിന്റെ പേരാണ് ജീവിതയാത്ര. ഈ ജീവിതയാത്രയെ ലോകത്തുള്ള രണ്ട് യാത്രയോടാണ് പലപ്പോഴും ഉപമിക്കാറുള്ളത്. ഒന്ന് മരുഭൂമിയിലെ യാത്ര, രണ്ട് സമുദ്രത്തിലെ യാത്ര. ഈ രണ്ട് യാത്രയും വളരെ സൂക്ഷ്മതയോടെ യാത്ര ചെയ്യേണ്ടതാണ്. കാരണം അപ്രതീക്ഷിതമായി എന്തും എപ്പോഴും സംഭവിക്കാം. കടൽ യാത്രയിൽ കാർമേഘം കൊള്ളുകയും അന്തരീക്ഷത്തിന് മാറ്റം വന്നാൽ സുഗമമായി പോയിരുന്ന തോണി കടലിൽ ഉലയുവാൻ അപകട സാധ്യതകൾ മുമ്പിലുണ്ട്. മരുഭൂമിയിലെ യാത്രയിൽ ഒരു ചെറിയ കാറ്റ് മതി വലിയ അനർത്ഥം കൊണ്ടുവരാൻ. പൊടിക്കാറ്റ് ഉയർന്ന് മുമ്പിലൊരു പർവ്വതസമമായ മല രൂപാന്തരപ്പെടാം. അല്ലെങ്കിൽ പൊടിക്കാറ്റ് അടിച്ചിട്ട് ഈ വ്യക്തിയെ മൂടിക്കളയാം.
അത് മാത്രമല്ല, ദിശ തെറ്റാതെ പോകേണ്ടത് വലിയൊരു പ്രശ്നമാണ്. കടലിൽ എങ്ങോട്ടെങ്കിലും പോയാൽ എവിടെയെങ്കിലും എത്തിപ്പെടുത്തുള്ളൂ, രക്ഷപ്പെടാൻ കഴിയില്ല. മരുഭൂമിയുടെ സ്ഥിതി അതാണ്. അത് യഥാർത്ഥമായ ഒരു മനുഷ്യ ജീവിതത്തെ നാം അതിനോട് ഉപമിച്ച് പഠിക്കുന്നത് നമുക്ക് നല്ലതാണ്. കാരണം അല്പം അശ്രദ്ധ വലിയ ദോഷത്തിനിടെയാണ്. അല്പം ദിശ മാറിയാൽ ഒരിക്കലും ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തത്തില്ല. അങ്ങനെയെങ്കിൽ ഈ ലോകയാത്ര അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിൽ പിറന്ന വീണ നാൾ മുതൽ ആയുസ് തന്ന ദൈവം മടക്കി വിളിക്കുന്നതുവരെ ഇവിടെ ഒരു യാത്രയിലാണ്. ഈ യാത്രയിൽ നാം വളരെ സൂക്ഷിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അതാ ബാലകന്റെ കിളി ആ വിഷയത്തോട് ബന്ധപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതം, നമുക്ക് ചില ഭൗതിക ലക്ഷ്യങ്ങളുണ്ട്. ജീവിതം സുഗമമാക്കണം, ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകണം. അത് വാസ്തവമായ ആവശ്യമായ കാര്യമാണ്. നമ്മൾ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കണം. കാര്യം നമുക്ക് തന്ന ദൈവം തന്ന ബുദ്ധി, നമുക്ക് ദൈവം തന്ന ജ്ഞാനം, ദൈവം നമുക്ക് തന്ന കഴിവുകൾ, ദൈവം നമുക്ക് തന്ന ആരോഗ്യം, ഇതൊക്കെ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തി മറ്റുള്ളവർക്കോ സമൂഹത്തിനോ ഗുണം വരത്തക്ക രീതിയിൽ നാം ഒരു നല്ല സമ്പാദ്യത്തിൽ എത്തണമെന്ന് നമ്മുടെ ദൈവം, അതായത് മനുഷ്യന്റെ സൃഷ്ടാവായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനാണ് ദൈവം മനുഷ്യർക്ക് കഴിവുകൾ തന്നിരിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന നാൾ മുതൽ സർവശക്തനായ ദൈവം, ജീവൻ തന്ന ദൈവം മടക്കി വിളിക്കുന്നത് വരെ നാം ഒരു യാത്രയിലാണ്. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങളാകുന്ന നാഴികക്കല്ലുകളെ താണ്ടി നാം ജീവിതത്തിന്റെ സമാപനത്തിലേക്ക് ഓരോ ദിവസം നീങ്ങുകയാണ്. ജീവിതം യഥാർത്ഥമായി ആസ്വദിക്കുവാൻ, യഥാർത്ഥമായി ജീവിതം സന്തോഷകരമായി തീരുവാൻ ഈ മരീചികയാകുന്ന ലോകത്തിന്റെ പിന്നാലെ ഓടി എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി മാനുഷിക ദൈവിക മൂല്യങ്ങൾ കാറ്റിൽ പറത്തി എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രയോജനമില്ല. കാരണം നമുക്ക് നിലനിർത്തിക്കൊണ്ടുപോകാവുന്ന, നിലനിൽക്കുമെന്ന് ഉറപ്പു പറയത്തക്ക യാതൊന്നും, എന്നേക്കും നിലനിർത്താമെന്ന ഉറപ്പുള്ള യാതൊന്നും ഈ ഭൂമിയിലില്ല. എല്ലാം ഒരു ദിവസം എല്ലാത്തിനോടും നാം യാത്ര പറയേണ്ടവരാണ്. ആ ബോധം നമ്മെ ഭരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ ജീവിതത്തിന് നമ്മെ ഒരുക്കുന്നത്. സമുദ്രയാത്രയും മരുഭൂ യാത്രയും പോലെ വളരെ സൂക്ഷ്മതയോടെ, ദിശ തെറ്റാതെ, ലക്ഷ്യം തെറ്റാതെ യാത്ര ചെയ്തേണ്ടതാണ് ജീവിതയാത്ര. നാം ഈ ഭൂമിയിൽ ജനിച്ച് ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ ആകുന്ന നാഴികക്കല്ലുകളോട് യാത്ര പറഞ്ഞ് നാം അതിശീഘ്രം സമാപനത്തോടടുക്കുകയാണ്. ഇതിന്റെ മധ്യേ കിട്ടുന്ന ഒരവസരം ബാല്യം, യൗവനം, വാർദ്ധക്യം. ഇതിന്റെ മധ്യേ കിട്ടുന്ന ഒരവസരം മാത്രമേ സ്വാതന്ത്ര്യമായി ജീവിക്കാൻ കഴിയുള്ളൂ. ആ ജീവിതകാലം ലക്ഷ്യബോധത്തോട്, വളരെ സൂക്ഷ്മതയോട് നാം ചെലവഴിക്കുന്നുവെങ്കിൽ കഥയ്ക്കകത്ത് പറഞ്ഞ ബാലകനെ പോലെ ദുഃഖിക്കേണ്ടി വരികയില്ല. അധ്വാനം വൃഥാവായി പോവുകയില്ല. അതെല്ലാം വളരെ വിലയേറിയതായി തീരുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതകാലത്ത് നാം ശ്രദ്ധിക്കേണ്ട കുറെ വിഷയങ്ങളുണ്ട്. ഒന്ന്, എന്ത് നേട്ടങ്ങളായാലും അതിനകത്ത് അന്യന്റെ കണ്ണുനീരോ അന്യന്റെ യാതൊരു സമ്പാദ്യവും അർഹിക്കാത്തത് നമ്മുടെ കൈ വരാതെ നാം സൂക്ഷിക്കണം. മറ്റുള്ളവർക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്കൊരാഗ്രഹമുണ്ടാകണം. കഴിയുന്ന നന്മകൾ തലമുറകൾക്കും ദേശനിവാസികൾക്കും നമ്മുടെ രാജ്യത്തിനും നന്മ വരണമെന്ന ഒരു നല്ല ആഗ്രഹത്തിന്റെ ഉടമസ്ഥനും അതിനുവേണ്ടി അധ്വാനിക്കുവാൻ, അതിനുവേണ്ടി ചെലവിടുവാൻ
സന്മനസ്സുള്ള ഒരു വ്യക്തി ആയിത്തീരണം. അങ്ങനെയെങ്കിൽ തീർച്ചയായും നമ്മുടെ അധ്വാനത്തിന് ഫലമുണ്ടാകും, യാതൊരു സംശയമില്ല. ഈ ജീവിതയാത്രയിൽ നമ്മുടെ സമ്പാദ്യങ്ങൾ ജീവിതത്തിന്റെ സായങ്കാലങ്ങളിൽ നമുക്ക് ഉപകരിക്കണമെന്നില്ല. കാലഘട്ടം അത് തെളിയിക്കുന്നു. ആയ കാലം മുഴുവനും അധ്വാനം ചെയ്ത് സമ്പാദിച്ച സമ്പാദ്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറി നിരാശരായി തീർന്ന വാർദ്ധക്യത്തിലെത്തിയ എത്രയോ പ്രിയപ്പെട്ടവരെയാണ് നമ്മുടെ ചുറ്റുപാടുകൾ കാണുന്നത്. നമുക്ക് ബാലകൻ കിളിയിലേക്ക് മടങ്ങി വരാം. അതിലൊരു നല്ല ആശയം അടങ്ങിയിട്ടുണ്ട്. ഒരു പകൽക്കാലം മുഴുവൻ അവന്റെ അധ്വാനങ്ങൾ അവന്റെ അശ്രദ്ധ കൊണ്ട് നഷ്ടമായി പോയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരായുഷ്കാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന നേട്ടങ്ങൾ വ്യർത്ഥമായി പോകാതിരിക്കേണ്ടുന്നതിന് കിളിയില്ലാത്ത കൂടുകൊണ്ട് പ്രയോജനമില്ലാത്തതുപോലെ ആത്മസംതൃപ്തിയില്ലാത്തൊരു ജീവിതം കൊണ്ട് നാം സമ്പാദിച്ചതൊക്കെ വ്യർത്ഥമാണെന്ന് മനസ്സിലാക്കി ആ കഥയുടെ സാരാംശം ഉൾക്കൊണ്ട് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാൻ, ആത്മീക ജീവിതത്തെക്കുറിച്ച് ഉറപ്പും ധൈര്യമുള്ളവരായി തീരുവാൻ ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകരിക്കട്ടെ. നാം ചിന്തിച്ചു വരുന്നത് ഈ ജീവിതയാത്രയോടുള്ള ബന്ധത്തിലാണ്. എന്റെ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ജീവിതയാത്രയിൽ ഒരുപക്ഷെ ബാല്യമായിരിക്കാം, യൗവനമായിരിക്കാം, വലിയ ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ കൃഷിപ്പണിക്കാരനായിരിക്കാം, വാർദ്ധക്യത്തിലെത്തിയ ഒരാളായിരിക്കാം. എല്ലാവർക്കും ഇതിനകത്ത് ഒരു പാർട്ടുണ്ട്. ബാല്യം തൊട്ട് പഠനത്തിലെ അധ്വാനം, പഠനം കഴിഞ്ഞാൽ ജോലിയിലുള്ള അധ്വാനം, ജോലിയുടെ അധ്വാനത്തിന്റെ മധ്യേ കുടുംബസ്ഥരാകുന്നു, വീണ്ടും കുടുംബത്തെ പോറ്റാനുള്ള അധ്വാനം, മക്കളെ പോറ്റാനുള്ള അധ്വാനം. ഈ അധ്വാനം മരണം വരെ തുടരുകയാണ്. അധ്വാനം കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടായെന്നിരിക്കാം. ഒന്ന് മറിച്ച് ചിന്തിക്കണം. ജീവിതത്തിന്റെ സായങ്കാലം വരെ നാം സ്വരുക്കൂട്ടി വെച്ചത് നമുക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒരു സന്തോഷകരമായി തീരണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് സ്നേഹമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും ആളുകൾ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. കുടുംബത്തിനകത്ത് കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം വരണം. അപ്പനും അമ്മയും എന്നെ സ്നേഹിക്കുന്നു, അപ്പനും അമ്മയ്ക്കും വിശ്വാസം വരണം. കുഞ്ഞ് എന്റെ മകനല്ലേ മകൾ എന്നെ സ്നേഹിക്കുന്നു. പരസ്പര ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, പരസ്പര സ്നേഹം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിതയാത്ര വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ മുൻപോട്ട് പോയില്ല എങ്കിൽ സായങ്കാലം ബാലകന് പറ്റി അബദ്ധം വരാം. കുറെ ഭൗതിക നന്മകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതിനകത്ത് വസിക്കുവാൻ ആഗ്രഹിച്ച കിളിയില്ലാതെ പോയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ലാതെ പോകാതിരിക്കണമെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ ജീവിതം യാഥാർത്ഥ്യമായി തീരുവാൻ സ്നേഹത്തിൽ സമ്പന്നതയുള്ള ഭൗതികമായ എത്ര വലിയ നേട്ടങ്ങളുണ്ടെങ്കിലും ഇന്നത്തെ ഭവനാന്തരീക്ഷങ്ങളിലെ ശൂന്യത, സ്നേഹക്കുറവാണ്, ഐക്യതയുടെ കുറവാണ്. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ കഥയിലെ പോലെ കിളിയില്ലാത്ത കൂടായി പോകും. കിളിയില്ലെങ്കിൽ കൂടിനെന്ത് പ്രാധാന്യം? ലോകത്തിന്റെ എല്ലാ നേട്ടങ്ങളും നാം സമ്പാദിച്ചു കൂട്ടിയാലും അതിനകത്ത് സ്നേഹസമ്പന്നമായ വ്യക്തിത്വങ്ങൾ, ആത്മാവിന്റെ ഐക്യതയുള്ള, സ്നേഹത്തിന്റെ ഐക്യതയുള്ള അപ്പൻ, അമ്മ, മക്കൾ കൂടുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ അത് കൂടിന് വിലയുണ്ട്, അതിനകത്തൊരു കിളിയുണ്ട്. അതുപോലെ എന്റെ ഈ സന്ദേശം കേട്ട നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുവാൻ ലോകത്തിന്റെ നേട്ടങ്ങളെക്കാൾ ഉപരിയായി മാനുഷിക മൂല്യങ്ങൾ, സ്നേഹം, സന്തോഷം, സമാധാനം, ഐക്യതയുള്ള ഒരു കുടുംബജീവിതം, ഒരു സാമൂഹിക ജീവിതം
കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു എങ്കിൽ സഹായിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളോടുകൂടെയുണ്ട്. ലോകത്തിലെ നേട്ടങ്ങളെല്ലാം ഈ ഭൂമിയിൽ അവസാനിക്കുമ്പോൾ ഈ യാത്രയുടെ അവസാനം നാം ഇവിടെ അവസാനിക്കുകയല്ല, വലിയൊരു നിത്യത നമുക്കായി കാത്തിരിക്കുന്നു. തുടർന്നുള്ള ഞങ്ങളുടെ എപ്പിസോഡുകളിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ ധന്യമാക്കാം, നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകും, തലമുറകൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും, ജീവിതത്തിൽ എങ്ങനെ സ്വസ്ഥതയും സമാധാനമുള്ള സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയുമെന്ന് നിങ്ങളെ ഞങ്ങളുടെ സന്ദേശങ്ങൾ കൂടി അറിയിക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. തുടർന്നുള്ള ഞങ്ങളുടെ സന്ദേശങ്ങൾ ശ്രദ്ധിക്കുവാൻ നിങ്ങളെ പ്രത്യേകം ഞങ്ങൾ ക്ഷണിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളായിരിക്കുന്ന സമൂഹത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും സർവകൃപാലുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, എന്റെ സന്ദേശം കേട്ട എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയും ദൈവത്തോട് പ്രാർത്ഥിക്കും. സർവശക്തനായ ദൈവം അവരെ അനുഗ്രഹിക്കണമേ. അവരേത് ഭാരപ്പെട്ട വിഷയത്തിൽ ആയിരിക്കുന്നുവോ അതിൽ നിന്ന് ആശ്വാസം നൽകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. രോഗത്താൽ, മാനസിക സംഘർഷങ്ങളാൽ, സാമ്പത്തിക ഞെരുക്കങ്ങളാൽ, മറ്റുള്ളവരുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിനാൽ ഏതെങ്കിലും വിധത്തിൽ ഭാരവും ദുഃഖവും അനുഭവിക്കുന്നവർ, ജീവിതത്തിലെ മൊത്താധ്വാനങ്ങളും വെറുതെയായി പോയി എന്ന ഭാരമേറിയ ചിന്തയിൽ ദുഃഖത്തിൽ ആയിരിക്കുന്നവർ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഏത് സാഹചര്യത്തിലായി ഭാരപ്പെടുന്നുവോ അവിടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണ അവരുടെ മേൽ ചൊരിഞ്ഞ് യഥാർത്ഥമായ ഒരു സമാധാനമുള്ളവരായി, സന്തോഷമുള്ളവരായി തീരുവാൻ സർവകൃപാലുവായ ദൈവം നമ്മുടെ പ്രേക്ഷകരെ അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈ സന്ദേശം അവർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ബാലകന്റെയും കിളിയുടെയും കഥ പ്രേക്ഷകർക്ക് ചിന്തിക്കുവാൻ അതൊരു മുഖാന്തരമായി തീരട്ടെ. എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഉറവിടമായ ദൈവത്തെങ്കിൽ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളുടെ സന്ദേശം കേട്ട എല്ലാവർക്കും ഒരു സദ്വർത്തമാനം ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ വിവിധങ്ങളായ വിഷയങ്ങൾ ഞങ്ങളെ ഇമെയിൽ മുഖാന്തരം, കത്തുകൾ കൂടി, ഞങ്ങളുടെ ഫോൺ നമ്പറിൽ കൂടി ഞങ്ങളോട് ബന്ധപ്പെടും. നിങ്ങളുടെ എത്ര ഭാരമേറിയ വിഷയങ്ങളായാലും ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഭാരമേറിയ വിഷയങ്ങൾക്ക് എന്താണ് പരിഹാരമെന്ന് ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കുവാൻ താൽപര്യമുണ്ട്. തുടർന്നും ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യണം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.